ഈ വരുന്ന ഫെബ്രുവരി 24 തീയതിയാണ് വെടി ഉത്സവം. അതിനോടനുബന്ധിച്ച് കണ്ണിയാർ മുതൽ ഉള്ള പരിപാടികൾ 14 ദിവസത്തെയാണ് വേറെ പരിപാടികൾ ഉണ്ടാകുന്നത്. അതിനോട് കലാപരിപാടികളും മറ്റ് കലാരൂപങ്ങളും ആയിട്ടുള്ള പരിപാടികളോടുകൂടി പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഐതിഹ്യമായിട്ട് പറയുന്നത്, വളരെ കാലങ്ങൾക്ക് മുമ്പ് കണ്ടപ്പൻ നായർ എന്ന അദ്ദേഹം കൊടുങ്ങല്ലൂർ പോവുകയും അന്ന് ഭരണിവേല കഴിഞ്ഞതുകൊണ്ട് ഭഗവതിയെ കണ്ടു തൊഴാൻ സാധിക്കാത്തതുകൊണ്ടും അദ്ദേഹം അവിടെ വളരെയധികം സങ്കടപ്പെട്ടതുകൊണ്ട് ദേവി അദ്ദേഹത്തിൻ്റെ കൂടെ വന്നുവെന്നും പുതുശ്ശേരിയിൽ വാണരുളുകയാണെന്നും ആണ് പുരാണ ഐതിഹ്യങ്ങൾ. അതിനോടനുബന്ധിച്ച് അദ്ദേഹം ഇവിടെ വന്ന ശേഷം വളരെ തുള്ളലും ചാടലും ഓടലൊക്കെ ആയി അത് ജനങ്ങളെ തെറ്റായിട്ടുള്ള ഭ്രാന്താണ് എന്നുള്ളതിൻ്റെ മുകളിൽ അദ്ദേഹത്തിനെ തീക്കുണ്ടത്തിലിറക്കുകയും അതിൽ നിന്ന് വാളും ജന്മം പട്ടുമായിട്ട് ദേവി പുറത്തേക്ക് വരികയും ചെയ്തു എന്നാണ് പുരാണ ഐതിഹ്യങ്ങൾ പറയുന്നത്. അതിനോടനുബന്ധിച്ച് ആണ് ഈ തെറ്റുവേലയായിട്ടാണ് പുതുശ്ശേരി വെടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. കുംഭമാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച മുതൽ വിളക്ക് വരുന്ന വിധം ബുധനാഴ്ച, അതിന് മുമ്പിലത്തെ ബുധനാഴ്ച കൊടിയേറ്റം നടത്തുകയാണ് പതിവ്. കൊടിയേറ്റത്തിനോടുകൂടി 14 ദിവസത്തെ വേലയാണ്. തുടർന്ന് 14 ദിവസത്തെ വേല. ആദ്യം കൊടിയേറ്റം വന്ന് കണ്ണിയാർ എന്നുള്ള ചടങ്ങ്, രണ്ടാമത്തെ ദിവസം പ്രത്യേക ചടങ്ങുകളില്ല. വെള്ളിയാഴ്ച മുതൽ വിളക്ക്, ശനിയാഴ്ച ഞായറാഴ്ച പ്രത്യേക പരിപാടിയില്ല. ഞായറാഴ്ച ദിവസം ഒരു വരിയെഴുത്ത് എന്നുള്ളൊരു ചടങ്ങുണ്ട്. കിഴക്കേ വീട്ടിൽ വെച്ചിട്ട് ദേശക്കാരും നാട്ടുകാരും എല്ലാവരും ചേർന്ന് ഒരു വരിയെഴുത്ത് നടത്തിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് തിങ്കളാഴ്ച ദിവസം പ്രത്യേക ചടങ്ങില്ല. ചൊവ്വാഴ്ച ഒറ്റത്തല കുമ്മാട്ടി. അത് കുട്ടികൾ ഒരു തല കുമ്മാട്ടി കെട്ടി കുട്ടികളുമായിട്ട് ചെണ്ടയും വാദ്യമൊക്കെ ആയി ഓരോ വീടുകൾ തോറും നടന്ന് പോവുകയാണ് പതിവ്. അത് കഴിഞ്ഞ് ബുധനാഴ്ച പ്രത്യേക പരിപാടിയില്ല. വ്യാഴാഴ്ച വീണ്ടും 7-ാം വിളക്ക് ശങ്കരൻ ഉച്ചച്ചോട്ടിൽ നിന്നും താലപ്പൊലിയോടുകൂടി ഭഗവതിയെ എഴുന്നള്ളിച്ച് ക്ഷേത്രത്തിൽ വന്ന് ചേരുന്നതാണ് 7-ാം വിളക്ക്. വെള്ളിയാഴ്ച കുമ്മാട്ടി. കാലത്ത് ഭഗവതി നീരാട്ട് എന്നുള്ളൊരു ചടങ്ങുണ്ട്. അത് വയൽകുളത്തിൽ വെച്ച് ഭഗവതി നീരാട്ട് നടത്തുകയായി. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് 2 മണിക്ക് വേക്കുശിക്കാവിൽ തല കൂടുകയും വയൽകുളത്തിൽ പോയി വടക്കേത്തറക്കാരും തെക്കേത്തറക്കാരും കൂടി ആർക്കുക എന്നൊരു ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ വൈകുന്നേരത്ത് ഗജവീരന്മാരുടെ പലവിധ വാദ്യമേളങ്ങളോടും കൂടി വേക്കുശിക്കാവിൽ നിന്നും വടശ്ശേരി അമ്പലത്തിലേക്ക് ഒരു എഴുന്നള്ളിപ്പ് നടത്തുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഗജവീരന്മാർ, വാദ്യങ്ങൾ എന്നേലും എല്ലാം ആയിരിക്കും. ശനിയാഴ്ച മലമ. കുട്ടികൾ ഉള്ളാട്ടുകാവിൽ നിന്നും വയലുകുളത്തിൻ്റെ ഭാഗത്തേക്ക് എല്ലാ വീടുകളുടെ മുമ്പിലും മലമ കളി അത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ ഞായറാഴ്ച ശോധനവേല. ഉത്സവത്തോടനുബന്ധിച്ച് പ്രത്യേക ഒരു ചടങ്ങാണ് കമ്പത്തിന് പോവുക എന്നത്. കമ്പത്തിന് പോകുന്ന ആൾക്കാർ ഞായറാഴ്ച കാലത്ത് വാളയാർക്കാട്ടിലേക്ക് കമ്പത്തിന് പോകാൻ വേണ്ടി ദേവിയുടെ അനുവാദം വാങ്ങി പുറപ്പെടുകയാണ് കാലത്ത്. അത് കഴിഞ്ഞാൽ വൈകുന്നേരത്ത് ശോധനവേല എന്ന ചടങ്ങാണ്. അതായത് ഏട്ടത്തായമ്പ, മറ്റുള്ള വാദ്യഘോഷങ്ങൾ, ദേവീക്ഷേത്രത്തിലെ പുഷ്പാലങ്കാരം, അങ്ങനെയുള്ള എല്ലാവിധ ആഘോഷങ്ങളോടുകൂടി അടുത്ത ദിവസത്തെ വെടി ഉത്സവത്തെ വരവേൽക്കാൻ വേണ്ടിയുള്ള അതിഗംഭീരമായ ഏർപ്പാടുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തിങ്കളാഴ്ച കാലത്ത് ശോധനവേല. അതായത് കാലത്ത് ഉള്ളാട്ടുകാവിൽ നിന്ന്, ശ്രീ ഭഗവതിയുടെ മൂലസ്ഥാനമായ ഉള്ളാട്ടുകാവിൽ നിന്ന് ഗജവീരന്മാരുടെയും വാദ്യാഘോഷങ്ങളുടെയും കൂടിയുള്ള ഭഗവതിയുടെ എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിൽ വന്ന് ചേരുകയും അതേസമയം തന്നെ വാളയാറിൽ നിന്നും ഭക്തജനങ്ങൾ സ്വയം തോളിലേറ്റിക്കൊണ്ട് വരുന്ന അതിവിശുദ്ധവും വളരെ പ്രധാനവുമായ ദേവിയുടെ ഏറ്റവും വലിയ പ്രധാനവുമായ ഒരു ചടങ്ങാണ് കമ്പം വരൽ. കമ്പം വന്ന് കാവ് കയറുന്നതോടുകൂടി ശോധനവേലയും കാവിൽ കയറുകയാണ്. തുടർന്ന് വാദ്യാഘോഷങ്ങളുടെ കൂടി 3 ചുറ്റ് ദേവിയെ പ്രദക്ഷിണം വെച്ച് ഉത്സവത്തിൻ്റെ തുടക്കം അന്ന് മുതൽ കുറിക്കുകയാണ്. ആ നേരം മുതൽ കുറിക്കുകയാണ്. വൈകുന്നേരം വരെ വളരെയധികം ഭക്തജനങ്ങൾ പലവിധ വഴിപാടുകളുമായിട്ട് ദേവീ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും അതിനോടനുബന്ധിച്ച് വൈകുന്നേരത്ത് ഗജവീരന്മാർ, പഞ്ചവാദ്യം, മറ്റ് ക്ഷേത്ര കലാരൂപങ്ങൾ, മണ്ണാപ്പൂതം എന്നിങ്ങനെയുള്ള വാദ്യാഘോഷങ്ങളോടുകൂടിയും എഴുന്നേൽപ്പോടുകൂടിയും മൂലസ്ഥാനത്തിൽ നിന്ന്
ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിപ്പ് വരികയും രാത്രി 11 മണിയോടുകൂടി അത് സമാപിക്കുകയും ചെയ്തു. അതിനുശേഷം വെടിക്കെട്ട് അതികാലത്ത് 5 മണിക്ക് ചൊവ്വാഴ്ച വേല കഴിഞ്ഞ് തിങ്കളാഴ്ച വെടി കഴിഞ്ഞ് ചൊവ്വാഴ്ച കാലത്ത് കമ്പം കത്തിക്കുക എന്നുള്ള പ്രധാന ചടങ്ങ്. മറ്റ് ഏത് ദേശത്തും കാണാത്ത ഒരു പ്രത്യേകതരം കമ്പമാണ് ഈ ക്ഷേത്രത്തിൽ നേരത്തെ പഴയ കാലം മുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് വാളയാർക്കാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന മുള അതേപടി തന്നെ വെട്ടി അതിനകത്ത് കഴികൾ നിറച്ച് മരുന്ന് നിറച്ച് കയറ്റി സ്വയമായി കുഴിയെടുത്ത് കെട്ടി നിർത്തിക്കൊണ്ടുള്ള കമ്പം ചൊരിയൽ അതൊരു പ്രധാന ചടങ്ങ് കൂടിയാണ്. അത് കഴിഞ്ഞാൽ അത് കമ്പം കത്തിക്കുക, അതിനോടുകൂടി വടശ്ശേരി കമ്പം ദേശക്കമ്പം എന്നീ 2 കമ്പങ്ങളും കത്തിക്കുക, അതിനോടനുബന്ധിച്ച് വെടിക്കെട്ട് നടത്തുക. ഇത്രയും കഴിഞ്ഞാൽ വെടിയുടെ പ്രധാന ചടങ്ങുകൾ കഴിഞ്ഞിരിക്കുകയാണ്. ഉച്ചയ്ക്ക് ഒരു 101 കഥന കേളി വയ്ക്കുക എന്നുള്ളൊരു ചടങ്ങാണ് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക്. അതോടുകൂടി അന്നേ ദിവസത്തെ വേല അവസാനിപ്പിച്ച് ദേവിയുടെ നട അടച്ചിരിക്കുകയാണ്. ദേവീ നട വൈകുന്നേരം ശുദ്ധികലശത്തോടുകൂടി തുറക്കുകയും വൈകുന്നേരം 6 മണിയോടുകൂടി 14ാം വേല അത് ആരംഭിച്ച് മരുന്നുപ്പണി, ദേവിയുടെ അഭിഷേകം, പൂജകൾ എന്നിവയോടുകൂടി വെടി സമാപ്തം ആവുകയും ചെയ്യാം. ഇത്രയും കാലാകാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇത് തുടർന്നും നടത്തുവാൻ ദേവിയുടെ എല്ലാവിധ അനുഗ്രഹ ആശംസകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം. അമ്മേ അമ്മേ പുതുശ്ശേരിയമ്മേ കുറുമ്പ ഭഗവതി കാത്തിടണേ. ആനന്ദം നീയേ ആതങ്ക നിഗ്രഹേ ആശ്രയം അരുളൂ ജഗദംബികേ. അമ്മേ അമ്മേ പുതുശ്ശേരിയമ്മേ കുറുമ്പ ഭഗവതി കാത്തിടണേ. ആനന്ദം നീയേ ആതങ്ക നിഗ്രഹേ ആശ്രയം അരുളൂ ജഗദംബികേ. ആശ്രയം അരുളൂ ജഗദംബികേ. കഴൽ വന്നിക്കാനൊരു വരമരുളിടുമോ കതിരൊളി ചൊരിയുന്ന കരുണാമയി ദേവി. കഴൽ വന്നിക്കാനൊരു വരമരുളിടുമോ കതിരൊളി ചൊരിയുന്ന കരുണാമയി ദേവി. എൻ കരൾ പൂവുകൾ അർപ്പിച്ചിടാം ദേവി. ലോകേശ്വരി അമ്മേ സുരപൂജിതേ. അമ്മേ അമ്മേ പുതുശ്ശേരി അമ്മേ കുറുമ്പ ഭഗവതി കാത്തിടണേ. ആനന്ദം നീയേ ആതങ്ക നിഗ്രഹേ ആശ്രയം അരുളൂ ജഗദംബികേ. പള്ളിവാളേന്തിടും പരബ്രഹ്മരൂപേ അംബുജനേത്രയാം ചാമുണ്ഡിക ദേവി. പള്ളിവാളേന്തിടും പരബ്രഹ്മരൂപേ അംബുജനേത്രയാം ചാമുണ്ഡിക ദേവി. എന്നാത്മഗീതകം സ്വീകരിക്കൂ ദേവി. ഭുവനേശ്വരി അമ്മേ അനുഗ്രഹിക്കൂ. അമ്മേ അമ്മേ പുതുശ്ശേരി അമ്മേ കുറുമ്പ ഭഗവതി കാത്തിടണേ.
ആനന്ദം നീയേ ആതങ്ക നിഗ്രഹേ ആശ്രയം അരുളൂ ജഗദംബികേ. കൃപാമാരിയാൽ എൻ്റെ ജന്മം പുണ്യമാക്കൂ, കഥനങ്ങൾ പൂക്കളായി കാലടിയിൽ ചേർക്കൂ. കൃപാമാരിയാൽ എൻ്റെ ജന്മം പുണ്യമാക്കൂ, കഥനങ്ങൾ പൂക്കളായി കാലടിയിൽ ചേർക്കൂ. പുതുശ്ശേരി ഭഗവതി മേഘവർണ്ണേ ദേവി ഹൃദയേശ്വരി അമ്മേ വരമരുളൂ. അമ്മേ അമ്മേ പുതുശ്ശേരി അമ്മേ കുറുമ്പ ഭഗവതി കാത്തിടണേ. ആനന്ദം നീയേ ആതങ്ക നിഗ്രഹേ ആശ്രയം അരുളൂ ജഗദംബികേ. അമ്മേ അമ്മേ പുതുശ്ശേരി അമ്മേ കുറുമ്പ ഭഗവതി കാത്തിടണേ. ആനന്ദം നീയേ ആതങ്ക നിഗ്രഹേ ആശ്രയം അരുളൂ ജഗദംബികേ. ആശ്രയം അരുളൂ ജഗദംബികേ.
വിജയം നേരും
ക്യാമറ ഒന്നും കിട്ടില്ല ആൾക്കാരെ അതെടുക്കണം കേട്ടോ ടൈറ്റായിട്ട്.
അങ്ങനെ അവരും കാണിക്കാം അല്ലേ? അതെ മതി. ഇനിയിപ്പോൾ വൈകുന്നേരം കഴിഞ്ഞില്ല.